ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വചനവുമായി ദൈവം നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ ചിന്ത ഇതാണ്, നീതിമാനായ യോസേഫിനെ കുറിച്ച്. മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 1-2 അധ്യായങ്ങളിൽ ഈ നീതിമാനായ യോസേഫിനുണ്ടായ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷമായ 4 പ്രാവശ്യമായി പ്രത്യക്ഷമായത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തത് മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷമായെന്ന്. അതിനുള്ള പശ്ചാത്തലം ഇതാണ്, യേശുക്രിസ്തുവിൻ്റെ ജനനം. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവൾ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ട് അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷമായി. ആ ദൂതൻ വന്നിട്ട് എന്താണ് പറയുന്നത്? ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ യോസഫ് വളരെ ഒരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ വന്നിട്ട് പറയുകയാണ്, എന്താണ് നിനക്ക് ഈ പ്രശ്നം വന്നിരിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ ഇതാണ്, നീ ഇങ്ങനെ ചെയ്യണം. എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വചനം കേൾക്കുന്നവരോടും ഹല്ലേലൂയ, ദൈവനാമത്തിൽ ഞാനും പറയട്ടെ, ഹല്ലേലൂയ, നമ്മൾ നീതിമാന്മാരായിരിക്കുകയാണെങ്കിൽ, ഒരു നീതിമാനാണെങ്കിൽ തീർച്ചയായിട്ട് കർത്താവിൻ്റെ ദൂതൻ നമ്മളോടും ഇതുപോലെ വന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ എന്താണ് ഇതിൻ്റെ മധ്യത്തിൽ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി നമുക്ക് കാണിച്ചു തരുവാനിടയാകും. രണ്ടാമത് കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷമായത് മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലാണ്. അതിൻ്റെ പശ്ചാത്തലവും ഇങ്ങനെയാണ്. ഹെരോദാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ചു. അപ്പോൾ കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. അങ്ങനെ ഹെരോദാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. അങ്ങനെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് ഈ നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞ് വിദ്വാൻമാരെ വിട്ടു. എന്നാൽ വിദ്വാൻമാർ അവിടെ ചെന്ന് ഈ യേശു കുഞ്ഞിനെ കണ്ട് അവരിലും വിദ്വാൻമാരിലും സ്വപ്നത്തിൽ ദൂതൻ ഇടപെട്ടിട്ട് വേറെ വഴിക്ക് പൊക്കോളുവിൻ, ഹെരോദാവിൻ്റെ അടുത്ത് പോകണ്ട എന്നൊരു ഹല്ലേലൂയ മെസ്സേജ് കിട്ടിയതുകൊണ്ട്, ആ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉള്ളതുകൊണ്ട് അവർ ആ ഹെരോദാവിൻ്റെ അടുത്തേക്കല്ല പോയത്. അതിനുശേഷമാണ് അവർ പോയ ശേഷം ഈ കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷമായിട്ട് പറയുകയാണ്, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോവുക എന്നാണ്. ഹല്ലേലൂയ. ഇവിടെ ശത്രു നശിപ്പിക്കുവാനായിട്ട് ഹല്ലേലൂയ വരുന്നുണ്ട്. അതിനു മുന്നേ ഹല്ലേലൂയ നീ ഇങ്ങനെ ചെയ്യണമെന്ന് കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ വന്ന് ഹല്ലേലൂയ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നീ എവിടെയാണ് പോകേണ്ടത്? മിസ്രൈമിലേക്ക് ഓടിപ്പോവുക, ഞാൻ പറയും വരെ നീ അവിടെ പാർക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ഇതാണ് കർത്താവിൻ്റെ ദൂതൻ രണ്ടാമത് വന്നിട്ട് ഈ യോസഫിനോട് പറയുകയാണ്, ഹല്ലേലൂയ, നീ ഇന്നത് ചെയ്യണം, ഇന്നത് ഞാൻ പറയുന്നിടം വരെ ഇന്നടുത്ത് നിൽക്കണം. മൂന്നാമത് ഈ കർത്താവിൻ്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച് യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷമായത് കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് കർത്താവിൻ്റെ ദൂതൻ വന്നിട്ട് പറയുകയാണ്, നിന്നെ ഹല്ലേലൂയ ഈ യേശു കുഞ്ഞിനെയൊക്കെ നശിപ്പിക്കുവാനായിട്ട് വന്നിരുന്ന ഹെരോദാവ് മരിച്ചു പോയിരിക്കുന്നു, അവൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തിരികെ ഹല്ലേലൂയ ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇന്ന സ്ഥലത്ത് നിൽക്കുക, എന്നിട്ട് അതേ ദൂരം വന്നിട്ട് പറയുക അവിടുന്ന് നീ വേറൊരു സ്ഥലത്തേക്ക് പോവുക. ഇതുപോലെയാണ് നമ്മളോടും കർത്താവിൻ്റെ ദൂതൻ വന്നിട്ട് പറയും, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നിടത്ത് വേറൊരു സ്ഥലത്തേക്ക് പോവുക, അവിടെ നിന്ന് നിങ്ങൾ തിരികെ വരിക എന്നെല്ലാം കർത്താവിൻ്റെ ദൂതൻ നമ്മളോടും ഇടപെടും. ഹല്ലേലൂയ.
നാലാമത് കർത്താവിൻ്റെ ദൂതൻ ഇടപെട്ടത് എപ്പോഴാണെന്ന് നമ്മൾ നോക്കാം. ഹല്ലേലൂയ. നിങ്ങൾ യഹൂദയിൽ പോകരുതെന്ന് പറയുകയാണ്. യഹൂദയിൽ പോകണ്ട എന്ന് പറയേണ്ടതിൻ്റെ കാര്യം, ഹെരോദാവിൻ്റെ മകനായ അർക്കല്യാസ് യഹൂദയിൽ അവന് പകരം വാഴുന്നുണ്ട്. ഹെരോദാവിന് പകരം വാഴുന്നു. അത് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ട സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. അപ്പോൾ യഹൂദിലേക്ക് പോകാതെ അവർ ഗലീല പ്രദേശങ്ങളിലേക്ക് പോകുവാനിടയായി. ഹല്ലേലൂയ. ഈ ഭാഗത്തിലൂടെയൊക്കെ വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഒരു മനുഷ്യൻ നീതിമാനായിരുന്നാൽ കർത്താവിൻ്റെ ദൂതൻ തക്ക സമയത്ത് ഇടപെട്ട് നമ്മളോട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ ആയിരിക്കണം, എല്ലാം വിശദമായി നമുക്ക് പറഞ്ഞു തരും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, കർത്താവിൽ നമ്മൾ ഓരോരുത്തരും സമർപ്പിച്ച്, കർത്താവെ ഞങ്ങളെ നീതിമാന്മാരാക്കി തീർക്കണമേ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിൻ്റെ ദൂതൻ ഞങ്ങൾക്കും യോസഫിനോട് അരുളി ചെയ്തതുപോലെ, സ്വപ്നത്തിൽ പ്രത്യക്ഷമായതുപോലെ ഞങ്ങളുടെ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളെ വ്യക്തതയോടുകൂടെ ഹല്ലേലൂയ ആ കർത്താവിൻ്റെ ദൂതൻ ഞങ്ങളോടും അരുളി ചെയ്യണമേ. ഞങ്ങളോടും ഇടപെടണമേ. ഞങ്ങൾക്ക് ഒരു കർത്താവിൽ നിന്നുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.